അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തുമായി ഇരിക്കുന്ന സമയത്ത് ഒരു ഒട്ടകം ഒരു ഭാഗത്തു നിന്ന് വളരെ വേഗത്തിൽ നിബിധങ്ങളിലേക്ക് ഓടിയെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിന് പുറകിൽ ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി കത്തിയുമായി തൊട്ടു പുറകിൽ തന്നെ വരുന്നതും നിബിധങ്ങൾ കാണുന്നു. ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തെത്തിയപ്പോൾ അതിന് തൊട്ടുപുറകിൽ ഈ ഉടമയും എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടമയോട് കാര്യം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, നബിയെ, ഇതെൻ്റെ ഒട്ടകമാണ്. ദിവസങ്ങളായി ഞാൻ പറയുന്ന പണികൾ ഈ ഒട്ടകം ചെയ്യുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നില്ല. ഞാനിതിനെ അറുക്കാൻ വേണ്ടി തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തോട് കാര്യങ്ങളൊക്കെ ആരായുകയും അതിനുള്ള മറുപടികൾ നിബിധങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. എന്നിട്ട് ഒട്ടകത്തിൻ്റെ ഉടമയോട് ചോദിച്ചു, നിങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ച ശേഷം ഇശാ നിസ്കരിക്കാതെ ഉറങ്ങാറുണ്ടോ? ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുപോയി ഇത് കേട്ടപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ഞാനും എൻ്റെ കുടുംബവും ഇശാ നമസ്കരിക്കാതെ ഉറങ്ങാറുണ്ടായിരുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു, അതുതന്നെയാണ് ഇതിനുള്ള കാരണം. നിസ്കാരം ഖളാ ആക്കുന്ന നിങ്ങളുടെ മേൽ അദാബ് ഇറങ്ങുമെന്ന് ഈ ഒട്ടകം ഭയപ്പെട്ടിരുന്നു. നിങ്ങൾ അനുസരിച്ചാൽ അതിൻ്റെ ഒരു വിഹിതം ഈ ഒട്ടകത്തിനും കിട്ടുമോ എന്ന പേടി ഈ ഒട്ടകത്തിനുണ്ടായിരുന്നു. പ്രിയമുള്ളവർ, നിങ്ങൾ നോക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. ജീവിക്കാനും ജീവിക്കുന്നതിനാവശ്യമായ സർവ്വതും അല്ലാഹു തആല നൽകി. ഇതിനെല്ലാം തന്ന റബ്ബ് നമ്മോട് കൽപ്പിച്ചത് നിസ്കാരം നിലനിർത്തണം എന്നാണ്. നിസ്കരിക്കണം എന്നല്ല, നിത്യമായി അത് നിർവഹിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് കൽപ്പിച്ചത്. പ്രായപൂർത്തിയായത് മുതൽ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം ഖളാ ആവാതെ സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നാം നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ജോലിക്കാരനെ നിർത്തുകയാണെങ്കിൽ അയാൾക്ക് ആവശ്യമായതെല്ലാം നൽകുന്നു, ഭക്ഷണം നൽകുന്നു, മറ്റു സൗകര്യങ്ങൾ ചെയ്യുന്നു, ആവശ്യമായ ശമ്പളം നൽകുന്നു. അയാൾ നാം പറയുന്ന ജോലി ചെയ്യാതിരുന്നാൽ നമുക്ക് എത്രമാത്രം അതിൽ വിഷമമുണ്ടാകും, ദേഷ്യം വരും, ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം അനുഗ്രഹങ്ങളും നമുക്ക് ചുരിഞ്ഞു തന്ന് നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നാം ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന് നമ്മോട് ദേഷ്യമുണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് അവന് നന്ദി കാണിക്കുകയും അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അവൻ നിരോധിച്ച കാര്യങ്ങൾ പാടെ വെടിയുകയും ചെയ്യണം. അല്ലാഹു തആല ഖൈറുകൾ പറയാനും കേൾക്കാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.